ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ മക്കൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദവും സുഖപ്രദവും ആവാൻ വേണ്ടിയിട്ട് പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നമ്മളിപ്പോൾ ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള മക്കൾക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. ബിയോണ്ട് ഫിയർ എന്നുള്ള യൂണിറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതിലെ ചാപ്റ്ററും അതിന്റെ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് എടുക്കുന്നത്. ആക്ടിവിറ്റീസ് നമ്മൾ മറ്റൊരു ദിവസം ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്താ മക്കളെ, ബിയോണ്ട് ഫിയർ എന്താണ് യൂണിറ്റിന്റെ പേര്? ബിയോണ്ട് ഫിയർ. ബിയോണ്ട് എന്ന് വെച്ചാൽ അപ്പുറം, അപ്പുറം. ഫിയർ എന്ന് വെച്ചാൽ നമുക്കറിയാം പേടി അല്ലെങ്കിൽ ഭയം. അപ്പൊ പേടിക്കപ്പുറം അല്ലെങ്കിൽ ഭയത്തിനപ്പുറം നമ്മളൊരു കാര്യം വരുമ്പോൾ നമ്മൾ പറയില്ല അത് സ്നേഹത്തിനപ്പുറമാണ്, അല്ലെങ്കിൽ സംരക്ഷണത്തിനപ്പുറമാണ്, അതിലും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാ. അപ്പൊ ബിയോണ്ട് ഫിയർ എന്ന് പറയുമ്പോൾ പേടിക്കപ്പുറം. അപ്പൊ ഇവിടെ കഥയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ യൂണിറ്റിൽ തുടങ്ങുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. എന്താണ് ഈ ചിത്രം? നോക്കിക്കേ മക്കളെ. മഴ പെയ്യുകയാണല്ലേ, മഴ പെയ്യുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ അവിടെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് യാത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പൊ വാഹനങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ദാ കണ്ടോ, റോഡിൽ ഒരു മരം വീണ് കിടപ്പുണ്ട് അല്ലെ. അപ്പോ ആ മരം അവിടെ നിന്ന് നീക്കുന്നതിനായിട്ട്, എന്നിട്ട് യാത്രക്കാരുടെ യാത്ര സുഗമമാക്കുന്നതിനായിട്ട്, വഴിയിലുള്ള തടസ്സം നീക്കുന്നതിനായിട്ട് പ്രയത്നിക്കുന്നത് ആരാണ്? അതിന് മുൻകൈ എടുക്കുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു ചെറിയ സ്കൂൾ കുട്ടിയാണ് അല്ലെ. അവിടെ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അവരാരും അത് ചെയ്യുന്നില്ല. ആരും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ കുട്ടി അതിലേക്ക് മുന്നിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിൽ നന്മ ചെയ്യുന്ന ഒരു കുട്ടിയെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. അതിന് താഴെ ഒരു quotation കൊടുത്തിട്ടുണ്ട്. എന്താണത്? A true hero is not defined by their strength, but by their ability to inspire and lead others. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണത്. എന്താണ്? A true hero is not defined by their strength. ഒരു യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത്, ഒരു യഥാർത്ഥ നായകൻ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ നേതാവ് എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തെ നമുക്ക് സ്ട്രെങ്ത് കൊണ്ട്, ബലം കൊണ്ട് ഒരിക്കലും ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് ബൈ ദെയർ എബിലിറ്റി ടു ഇൻസ്പയർ ആൻഡ് ലീഡ് അതേഴ്സ്. പക്ഷെ എന്തുകൊണ്ടാണ് ഒരാളെ നമ്മളൊരു നേതാവായിട്ട് കാണാറ് അല്ലെങ്കിൽ ഒരു ഹീറോ ആയിട്ട് കാണാറ്? അദ്ദേഹത്തിന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ടും, പിന്നെ മറ്റുള്ളവരെ മുന്നിലേക്ക് നയിക്കാൻ അല്ലെങ്കിൽ സത്യത്തിലേക്ക്, നേരിലേക്ക് നയിക്കാനുള്ള പ്രചോദനമാവുന്നത് കൊണ്ടുമാണ് നമുക്ക് ഒരാളെ ഒരു ട്രൂ ഹീറോ അല്ലെങ്കിൽ ഒരു നേതാവ് അല്ലെങ്കിൽ ഹീറോ, ഒരു നായകൻ എന്ന് പറയാൻ കഴിയുക. അപ്പൊ ഒരാളെയും സ്ട്രെങ്ത് അല്ലെങ്കിൽ ബലം കൊണ്ട്, അയാളുടെ ശക്തി കൊണ്ട് നമുക്ക് അയാൾ നേതാവാണ് അല്ലെങ്കിൽ അയാൾ ഹീറോ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അയാളുടെ കഴിവ് കൊണ്ടും അതുപോലെ മറ്റുള്ളവരെ നല്ലതിലേക്ക് നയിക്കാനുള്ള പ്രചോദനമാവുന്ന കഴിവ് കൊണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊണ്ടൊക്കെയാണ് നമുക്ക് ഒരാളെ ഹീറോ അല്ലെങ്കിൽ നായകൻ അതല്ലെങ്കിൽ നേതാവ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുക. അപ്പൊ ഇവിടെ ഹീറോ ആയി നിൽക്കുന്നത് ആരാണ്? അവിടെ ഒരുപാട് ആളുകൾ, ഈ കുട്ടിയെക്കാട്ടിലും കഴിവും ശക്തിയുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ മുന്നിട്ടിറങ്ങി, സമൂഹത്തിലേക്ക് മുന്നിട്ടിറങ്ങി ഈ മരം അവിടെ നിന്ന് നീക്കണം എന്നുള്ളൊരു അല്ലെങ്കിൽ നല്ലൊരു കാര്യം ചെയ്യുന്നത് ആരാണ്? ഒരു കുട്ടിയാണല്ലേ. അപ്പൊ ഇവിടെ ചിത്രത്തിൽ ഹീറോ ആയിട്ടുള്ളത് ഈ കുട്ടിയാണ്. അപ്പൊ പ്രായമോ ബലമോ അല്ലെങ്കിൽ ശക്തിയോ ഒന്നുമല്ല ഒരാളെ ഒരു നായകനാക്കുന്നത്, മറിച്ച് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പ്രചോദനമാവുന്ന അദ്ദേഹത്തിന്റെ കഴിവുകളുമാണ് ആക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് നല്ല ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെ എന്തൊക്കെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് മക്കളെ? മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉണ്ടല്ലേ, പിന്നെ അതുപോലെ മദർ തെരേസയുടെ ചിത്രമുണ്ട്, പിന്നെ അതുപോലെ ഫാർമറിന്റെ ചിത്രമുണ്ട്, പിന്നെ അതുപോലെ ഒരു നേവിക്കാരന്റെ ചിത്രമുണ്ട് അല്ലെ, ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്ന ചിത്രമുണ്ട്, പിന്നെ പ്രളയത്തിൽ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രായമായ ആളെ രക്ഷപ്പെടുത്തുന്ന ഒരാളുടെ ചിത്രമുണ്ട്, പിന്നെ അതുപോലെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുന്നുണ്ട്, 2 കുട്ടികൾ അവരെ സഹായിക്കുന്ന ചിത്രമുണ്ട് അല്ലെ. അപ്പൊ പലതരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിന് താഴെ 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നോക്കിക്കേ. വൈ ഡു വി റിമെമ്പർ ദം ആസ് ഹീറോസ്? ഇവരെയൊക്കെ നമ്മൾ ഹീറോസ് ആയിട്ട്, നാടിന്റെ ഹീറോസ് ആയിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് മക്കളെ? കാരണം അവരൊക്കെ സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരാണ്. മറ്റൊന്നിനെ പേടിക്കാതെ അല്ലെങ്കിൽ മരണത്തെ പോലും പേടിക്കാതെ നന്മ ചെയ്യുന്നവരാണ്.
because all of them are doing goodness in society. They are not afraid of anything around them, not even death. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് എഴുതിയിട്ടുള്ളത്. കാരണം ഇവരെല്ലാവരും സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരാണ്. അവർക്ക് ഒരു കാര്യത്തെയും അവരുടെ ചുറ്റുമുള്ള ഒരു കാര്യത്തെയും എന്തിന് മരണത്തെ പോലും പേടിയില്ല. ക്വസ്റ്റ്യൻ 2. വാട്ട് സ്പെഷ്യൽ ക്വാളിറ്റീസ് മേക്ക് ദം ഹീറോസ്? ഇവരുടെ എന്തൊക്കെ സ്പെഷ്യൽ ക്വാളിറ്റീസ് ആണ് ഇവരെ ഹീറോസ് ആക്കി മാറ്റുന്നത്? ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതിലൊന്നാണ് ഗുഡ്നെസ്, അവരുടെ ഉള്ളിലുള്ള നന്മ. പിന്നെ ഓണസ്റ്റി, സത്യസന്ധത. എമ്പതി എന്ന് വെച്ചാൽ സഹാനുഭൂതി. അതായത് നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് അയാളോട് ഒന്ന് സിമ്പതി തോന്നാം, അതായത് അയാളോട് നമുക്കൊരു പാവം തോന്നാം. അതല്ലാതെ തോന്നുന്നതാണ് എന്ത്? എമ്പതി. അതായത് എനിക്കാണ് ആ ഒരു ഇത് എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയായിരിക്കും എന്ന് തോന്നുന്ന ഒരു തോന്നലുണ്ടല്ലോ, അയാൾക്ക് വന്ന ബുദ്ധിമുട്ട് നമ്മളുടേതാണെങ്കിൽ എന്നുള്ള ഒരു തോന്നൽ, അതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയാം. പിന്നെ ഇന്റഗ്രിറ്റി, അതുപോലെ കറേജ്, ധൈര്യം. ഇവരെയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കറേജ് വേണം, നമുക്ക് എന്തും ചെയ്യാനുള്ള ധൈര്യം വേണം. പിന്നെ ഉള്ളത് കമ്പാഷൻ എന്ന് വെച്ചാൽ അനുകമ്പ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, ഇതിലേറെ ഉണ്ട്, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ എഴുതുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അവരെ ഹീറോസ് ആക്കി മാറ്റി അവരുടെ ക്വാളിറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറി നോക്കാം. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ്, അതാണ് കേട്ടോ സ്റ്റോറിയുടെ പേര്. ലെറ്റ്സ് റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറി അബൌട്ട് എ ലിറ്റിൽ ഹീറോ. ലിറ്റിൽ ഹാൻഡ്സ് എന്ന് വെച്ചാൽ ചെറിയ കൈകൾ, ബിഗ് കറേജ് വലിയ ധൈര്യം. കറേജ് എന്ന് വെച്ചാൽ ധൈര്യം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ ചെറിയ കൈകൾ വലിയ ധൈര്യം എന്ന് വെച്ചാൽ എന്താ? ഒരു കുട്ടിയുടെ ധൈര്യമാവാം ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് കഥയിൽ പറയുന്നതെന്ന്. ഫൺ ടൈം. ദിൽന ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ ഇസാക്ക് were playing in the backyard of their house. അപ്പൊ രണ്ട് കുട്ടികളാണ് നമുക്ക് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആരൊക്കെയാണ്? ദിൽന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും പിന്നെ അവളുടെ ഹെർ ലിറ്റിൽ ബ്രദർ, അവളുടെ ചെറിയ ബ്രദറും ഇസാക്ക് എന്നാണ് കേട്ടോ ആ കുട്ടിയുടെ പേര്. were playing in the backyard of their house. അവരവരുടെ വീടിന്റെ പുറകിലുള്ള മുറ്റത്ത് കളിക്കുകയായിരുന്നു. ദിൽന looked up at the sky and said, ദിൽന ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞത്, ഇസാക്ക് we should go inside. I think it's going to rain. ഇസാക്ക് നമുക്ക് അകത്തേക്ക് പോവാം, എനിക്ക് തോന്നുന്നു മഴ വരാനായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ആകാശം കറുത്തിരുണ്ടിട്ടായിരിക്കും ഉണ്ടായിരിക്കുക, അപ്പോൾ മഴ പെയ്യാനായിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് അകത്തേക്ക് പോവാമെന്ന് ദിൽന ബ്രദറിനോട് പറഞ്ഞു. യെസ് ലെറ്റ്സ് ഗോ, നമുക്ക് പോവാം. ഇസാക്ക് നോഡഡ് എ ലിറ്റിൽ വറീഡ്. ഇസാക്ക് സങ്കടത്തോട് കൂടിയിട്ട് തലയാട്ടി. നോഡഡ് എന്ന് വെച്ചാൽ തലയാട്ടി, വറീഡ് എന്ന് വെച്ചാൽ വിഷമത്തോടെ. അപ്പൊ അവർ കളിക്കായിരുന്നു. അപ്പൊ കളിയുടെ ഇടയിൽ ആ മുറ്റത്ത് നിന്ന് അകത്തേക്ക് പോവാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞു. ബോത്ത് ഓഫ് ദം ക്വിക്ലി റാൻ ഇൻ ടു ദ ഹൗസ്. രണ്ടുപേരും പെട്ടെന്ന്, ക്വിക്ലി എന്ന് വെച്ചാൽ പെട്ടെന്ന് വീടിനകത്തേക്ക് ഓടിപ്പോയി. They went straight to the kitchen and spotted a plate of cookies on the table. അവർ നേരെ പോയത് എങ്ങോട്ടാണ്? കിച്ചണിലേക്കാണ്, അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ ഒരു പ്ലേറ്റിൽ അവർ കുക്കീസ് കണ്ടു, കുറച്ച് ബിസ്ക്കറ്റ്സ് കണ്ടു. കുക്കീസ് അവർ ആ ടേബിളിൽ കണ്ടു. കുക്കീസ്, ഇസാക്ക് സെഡ് വിത്ത് എ ബിഗ് സ്മൈൽ ആസ് ഹി ഗ്രാബ്ഡ് വൺ. അവന് കണ്ടപ്പോൾ ഇസാക്കിന് വളരെയധികം സന്തോഷമായി. കുക്കീസ് എന്ന് പറഞ്ഞിട്ട് ഇസാക്ക് അവന്റെ കയ്യിൽ ഒരു വലിയ ചിരിയോട് കൂടിയിട്ട് ഗ്രാബ്ഡ് വൺ, ഒന്ന് പിടിച്ചെടുത്തു, ഗ്രാബ് ചെയ്തെടുത്തു. ഗ്രാബ്ഡ് എന്ന് വെച്ചാൽ പിടിച്ചെടുത്തു. ദിൽന ടു ഗ്രാബ്ഡ് എ കുക്കി. ദിൽനയും ഒരു കുക്കി ഗ്രാബ് ചെയ്തെടുത്തു. മോം ഇറ്റ്സ് റെയിനിങ്, ഇസാക്ക് ഷൗട്ടഡ്. അമ്മ മഴ പെയ്യുന്നുണ്ടെന്ന് ഇസാക്ക് ഷൗട്ടഡ്, ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബട്ട് ദർ വാസ് നോ റിപ്ലൈ. പക്ഷേ മറുപടി ഒന്നും കണ്ടില്ല. അമ്മയെ വിളിച്ചിട്ടും മറുപടി ഒന്നും കണ്ടില്ല. അതിന് താഴെ 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ വേർ ദ ചിൽഡ്രൻ പ്ലേയിങ്? കുട്ടികൾ എവിടെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്? ഇൻ ദ ബാക്ക്യാർഡ് ഓഫ് ദെയർ ഹൗസ്, അല്ലെ, വീടിന്റെ പുറകുവശത്തുള്ള മുറ്റത്തായിരുന്നു. ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? ക്വസ്റ്റ്യൻ 2, ഡു യു ലൈക്ക് പ്ലേയിങ് ഇൻ ദ റെയിൻ? നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ? യു ക്യാൻ റൈറ്റ് യെസ് ഓർ നോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ യെസ് എന്ന് എഴുതാം, ഇഷ്ടമല്ലെങ്കിൽ നോ എന്ന് എഴുതാം. ക്വസ്റ്റ്യൻ 3, there was no reply from mother. What may be the reason? അമ്മയുടെ അടുത്ത് നിന്ന് അവർ അമ്മേനെ വിളിച്ചപ്പോൾ മറുപടി ഒന്നും കിട്ടിയില്ല. എന്തായിരിക്കാം കാരണം? നമുക്ക് സ്റ്റോറി നോക്കാം. എങ്കിലും നിങ്ങൾക്ക് കാരണം പറയാട്ടോ, എന്തായിരിക്കാം? അമ്മ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും ജോലിയിലായിരിക്കും, അല്ലെങ്കിൽ അമ്മ മക്കളോട് പറയാതെ പുറത്തു പോയതായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി. Tears of fear.
ടിയേഴ്സ് എന്ന് വെച്ചാൽ കണ്ണുനീര്, ഓഫ് ഫിയർ, ഫിയർ എന്ന് വെച്ചാൽ പേടി, ഭയം, അപ്പൊ ഭയത്തിന്റെ കണ്ണുനീര് കേട്ടോ. നമുക്ക് നോക്കാം. ദെൻ ദേ റാൻ ടു ദ ലിവിംഗ് റൂം. അപ്പൊ അമ്മയെ വിളിച്ചിട്ട് അമ്മ മറുപടി ഒന്നും പറയാത്തതുകൊണ്ട് അവര് നേരെ ലിവിംഗ് റൂമിലേക്ക് ഓടിപ്പോയി. മദർ വാസ് ലൈങ് ഓൺ ദ ഫ്ലോർ. അവിടെ എത്തിയപ്പോഴാണ് കണ്ടത് എന്ത്? മദർ വാസ് ലൈങ് ഓൺ ദ ഫ്ലോർ. അമ്മ അവിടെ നിലത്ത് തറയിൽ കിടക്കുന്നുണ്ട്, കിടക്കുന്നു. മോം, ദിൽന കോൾഡ് ലൗഡ്ലി. അമ്മയെന്ന് ദിൽന ഉറക്കെ വിളിച്ചു. ഷീ ഡിഡിന്റ് ആൻസർ. പക്ഷെ അമ്മ മറുപടി ഒന്നും പറഞ്ഞില്ല. വൈ ഈസ് മോം ലൈങ് ഓൺ ദ ഫ്ലോർ? ഈസ് ഷീ സ്ലീപ്പിംഗ്? ഇസാക്ക് ആസ്ക്ഡ് ഹിസ് സിസ്റ്റർ. ഇസാക്ക് എന്ത് ചോദിച്ചു? സിസ്റ്ററോട് എന്ത് ചോദിച്ചു? അമ്മ എന്താ തറയിൽ കിടക്കുന്നത്? അമ്മ ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചു. മോം വേക്കപ്പ്, ഹി ക്രൈഡ്. അമ്മ എണീക്ക് എന്ന് പറഞ്ഞ് ഇസാക്ക് കരഞ്ഞു. ഡോണ്ട് വെറി ഇസാക്ക്, ഷീ വിൽ ബി ഓക്കെ. അപ്പോ ബ്രദർ കരയുന്നത് കണ്ടപ്പോ ദിൽന എന്ത് പറഞ്ഞു? പേടിക്കണ്ട, അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ദിൽന സെഡ്, ട്രൈങ് ടു കൺസോൾ ഹിം. ദിൽന അവനെ ആശ്വസിപ്പിക്കാനായിട്ട്, കൺസോൾ ഹിം, കൺസോൾ എന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കുക, ലിറ്റിൽ ബ്രദറിനെ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ദിൽന പറഞ്ഞു പേടിക്കേണ്ട, അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ദിൽന റഷ്ഡ് ടു ഹെർ മദേഴ്സ് സൈഡ് ആൻഡ് ഷൂക്ക് ഹെർ ജെന്റ്ലി. ദിൽന പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടിയിട്ട് അമ്മയെ പതുക്കെ ഷൂക്ക് ചെയ്തു, ഇങ്ങനെ കുലുക്കിക്കൊണ്ടിരുന്നു. മോം പ്ലീസ് വേക്കപ്പ്, ദിൽന ബെഗ്ഡ് ബട്ട് ഷീ ഡിഡിന്റ് മൂവ്. അമ്മേ പെട്ടെന്ന് എണീക്കുക എന്ന് പറഞ്ഞു. ദിൽന ബെഗ് ചെയ്തു, ദിൽന യാചിച്ചു, ബട്ട് ഷീ ഡിഡിന്റ് മൂവ്. പക്ഷെ അമ്മ ഇളകിയില്ല, അനങ്ങിയില്ല. ദിൽന ട്രൈഡ് അഗെയിൻ, ഷേക്കിംഗ് ഹെർ എ ലിറ്റിൽ ഹാർഡർ ബട്ട് ഷീ സ്റ്റിൽ ഡിഡിന്റ് റെസ്പോണ്ട്. ദിൽന ഒന്നുകൂടെ അമ്മയെ പതുക്കെ അല്ലാതെ ഒന്നുകൂടെ അമ്മയെ കുലുക്കി. പക്ഷെ അമ്മ അമ്മ അപ്പോഴും മൂവ് ചെയ്തില്ല. ഇസാക്സ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. പക്ഷെ ഇസാക്കിന് എന്തായിരുന്നു? പരിഭ്രാന്തിയായിരുന്നു. ഇസാക്കിന് സങ്കടം വന്നിട്ട് അവന്റെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. അതിന് താഴെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. Question 1. What could have happened to the mother? അമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? It is possible that she may have fainted or had a heart attack. അല്ലെ, അമ്മ ഒരുപക്ഷെ പെട്ടെന്ന് ബോധക്ഷയം വന്നതാവാം, ബോധം കെട്ട് വീണതാവാം, അതല്ലെങ്കിൽ ഒരു സഡൻ ഹാർട്ട് അറ്റാക്ക് എങ്ങാനും വന്നതാവാം അല്ലെ. Question 2. What did Dilna do to wake her mother up? ദിൽന അമ്മയെ ഉണർത്താനായിട്ട് എന്താ ചെയ്തത്? First, Dilna shook her mother gently. Then she shook her mother a little bit harder. അല്ലെ, ആദ്യം പതുക്കെ അമ്മയെ ഒന്ന് കുലുക്കി നോക്കി, എന്നിട്ടും ഉണരുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറച്ചുകൂടെ ഹാർഡായിട്ട് ഷേക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. Question 3. What will Dilna and Isaac do next? ദിൽനയും ഇസാക്കും ഇനി എന്തായിരിക്കും അടുത്തത് ചെയ്യുക? മേ ബി they will seek help from someone. അല്ലെ, മറ്റാരുടെയും കയ്യിൽ നിന്ന് അവരെന്ത് ചെയ്യും? സഹായം കിട്ടുമോ എന്ന് നോക്കുന്നുണ്ടായിരിക്കും. നെയ്ബേഴ്സിന്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അച്ഛനെ വിളിക്കുകയോ അതല്ലെങ്കിൽ ഫയർഫോഴ്സിനെയോ ആംബുലൻസോ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് അവര് ഹെൽപ്പ് ചെയ്യാൻ ഒരാളെ കിട്ടുമോ എന്ന് അന്വേഷിക്കുകയായിരിക്കും അല്ലെ അടുത്ത് ചെയ്യുന്നുണ്ടായിരിക്കുക. നമുക്ക് ബാക്കി പോർഷൻസ് നോക്കാം, അപ്പോൾ അറിയാം എന്താണ് അവർ ഇനി ചെയ്യാൻ പോകുന്നതെന്ന്. ദ കറേജ്, ധൈര്യം. അപ്പൊ ഇവിടെ ദിൽനയും അവളുടെ ഗ്രാൻഡ് മദറും തമ്മിൽ ഫോണിൽ എന്തൊക്കെയോ സംസാരിക്കുന്നതായിട്ട് ദിൽന ഓർക്കുകയാണ് അല്ലെ. എന്താണ് ആ സംഭവം എന്ന് നമുക്ക് നോക്കാം. ദിൽന വാസ് ഓൺലി 8 years old. ദിൽനയ്ക്ക് 8 വയസ്സ് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അത്ര പ്രായം മാത്രമേ ദിൽനയ്ക്കുള്ളൂ. ബട്ട് ആസ് ദ എൽഡർ ചൈൽഡ് ഷീ ഹാഡ് ടു ഡു സംതിങ്. പക്ഷെ മൂത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ, ഇസാക്കിനെക്കാട്ടിലും വലിയ കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ ഈ സാഹചര്യത്തിൽ. ഷീ ഫെൽറ്റ് സ്കെയർഡ്. അവൾക്ക് പേടി തോന്നി. സ്കെയർഡ്, ഭയന്നു, പേടിച്ചു. ബട്ട് ഷീ ന്യൂ ഷീ ഹാഡ് ടു സ്റ്റേ കാം. പക്ഷെ അവൾ ശാന്തതയോടെ കാമായിട്ട് ഇരിക്കണമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഷീ ലുക്ക്ഡ് എവ്രിവെയർ. അവൾ എല്ലായിടത്തും നോക്കി. സഡൻലി, പെട്ടെന്ന്, ദിൽന റിമെമ്പേർഡ് ദ ഗെയിം ഷീ യൂസ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. ദിൽന അവളുടെ മുത്തശ്ശിയുമായിട്ട് കളിച്ച ഒരു ഗെയിം ഓർത്തു. എന്താണ് ആ ഗെയിം? ഷീ എമർജൻസി. ഓക്കെ, ഷീ റിമെമ്പേർഡ് ഹെർ ഗ്രാൻഡ് മദർ ആസ്കിങ് ടു കോൾ 101 ഇൻ ടൈംസ് ഓഫ് എമർജൻസി. എന്താണ് ഗ്രാൻഡ് മദറിന്റെ കൂടെ കളിച്ചത്? എമർജൻസി സമയത്ത്, അതായത് ഇത്തരത്തിലുള്ള അത്യാവശ്യ ഘട്ടങ്ങളുടെ സമയത്ത് 101ലേക്ക് 101ലേക്ക് കോള് ചെയ്യണമെന്ന് ഗ്രാൻഡ് മദർ പറഞ്ഞത് ദിൽന ഓർത്തു. അപ്പോ അങ്ങനെയായിരുന്നു അവര് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് ദിൽന ഓർത്തത്. വാട്ട്സ് യുവർ നെയിം? എന്താ നിന്റെ പേര്? വെർ ഡു യു ലീവ്? നിങ്ങൾ എവിടെയാ താമസിക്കുന്നത്? ദിൽന റിയലൈസ്ഡ് ദിസ് വാസന്റ് എ ഗെയിം എനിമോർ. ഷി ന്യൂ വാട്ട് ഷി ഹാഡ് ടു ഡു. ഇത് ഒരു ഗെയിം മാത്രമായിരുന്നില്ല. ഗ്രാൻഡ് മദർ എന്നെ പഠിപ്പിച്ചത് ഒരു ഗെയിം മാത്രമായിരുന്നില്ല എന്ന് ദിൽനയ്ക്ക് ആ സമയത്ത് മനസ്സിലായി. ഇനി ഇതിന് താഴെ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. Question 1. Why did Dilna stay calm? ദിൽന എന്തുകൊണ്ടാണ് കാമായിട്ട് ശാന്തതയോട് കൂട്ടിട്ട് നിന്നത്? എന്താണ്? Because
ഷീ വാസ് ദ എൽഡർ സിസ്റ്റർ. ഷീ ഹാഡ് ടു ഡു സംതിങ്. ദിൽനയാണ് എന്ത് മൂത്ത കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവൾ തന്നെ എന്തെങ്കിലും ചെയ്യണം, അവൾ തന്നെ എന്തെങ്കിലും ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ മുൻകൈ എടുത്ത് ചെയ്യണം. Question 2. What was the game that Dilna used to play with her grandmother? ദിൽന അവളുടെ ഗ്രാൻഡ് മദറിന്റെ കൂടെ കളിച്ചിരുന്ന ഗെയിം എന്തായിരുന്നു? They called 101 in an emergency situation. എമർജൻസി സിറ്റുവേഷൻ സമയത്ത് 101ലേക്ക് അവര് വിളിക്കുമായിരുന്നു. അതായിരുന്നു അവര് കളിച്ചിരുന്ന ഗെയിം. Question 3. What do you think Dilna is going to do? ദിൽന ഇനി എന്തായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക? ഷി വിൽ കോൾ ടു 101. അവള് 101ലേക്ക് എന്ന നമ്പർ ഡയൽ ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കുകയായിരിക്കും ഇനി ചെയ്യുക. ദ കോൾ ഫോർ ഹെൽപ്പ്. ഇനി സഹായത്തിനായിട്ടുള്ള വിളി, അതായത് ആർക്കാണ് ദിൽന വിളിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഷി റാൻ ടു ദ ഫോൺ ആൻഡ് ഡയൽഡ് 101. ദിൽന നേരെ ഫോണിനടുത്തേക്ക് പോയി അതിൽ 101 എന്ന് ഡയൽ ചെയ്തു. ദ ഹെൽപ്പ് ലൈൻ നമ്പർ, അതെന്താണ്? ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മളെ സഹായിക്കാൻ വേണ്ട നമ്പറാണ് എന്ത്? 101. ഹെർ ഹാൻഡ്സ് were ഷേക്കിംഗ്. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാ? അമ്മ അങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ആകെ പേടിച്ചിട്ടല്ലേ. എ ലേഡീസ് വോയിസ് കെയിം ഓൺ ദ ലൈൻ. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്തു. മറുപുറത്ത് ആരായിരുന്നു? ഒരു ലേഡീസ് വോയിസ് ആണ്, ഒരു പെണ്ണാണ് ഫോൺ എടുത്തത്. 101 വാട്ട്സ് യുവർ എമർജൻസി. 101 എന്താണ് നിങ്ങളുടെ എമർജൻസി സിറ്റുവേഷൻ എന്താണെന്ന് അവർ ക്വയറി ചെയ്തു. ദിൽന ടുക്ക് എ ഡീപ് ബ്രെത്ത്. ദിൽന ഒരു ദീർഘനിശ്വാസം എടുത്തു. ഹലോ, മൈ നെയിം ഈസ് ദിൽന. എൻ്റെ പേര് ദിൽന എന്നാണ്. മൈ മോം ഈസ് ലൈങ് സ്റ്റിൽ ഓൺ ദ ഫ്ലോർ. എൻ്റെ അമ്മ ഇപ്പോഴും നിലത്ത് കിടക്കുകയാണ്. ബട്ട് ഐ കാണ്ട് വേക്ക് ഹർ അപ്പ്. എനിക്ക് അമ്മയെ ഉണർത്താനായിട്ട് കഴിയുന്നില്ല എന്ന് ദിൽന പറഞ്ഞു. ദ ലേഡി ആസ്ക്ഡ് വെർ ഈസ് യുവർ ഫാദർ. നിങ്ങളുടെ അച്ഛൻ എവിടെ എന്ന് ചോദിച്ചു. ദിൽന റിപ്ലൈഡ് ഹീസ് വർക്കിംഗ് അബ്രോഡ്. അച്ഛൻ അബ്രോഡ് ആണ്, വിദേശത്ത് ജോലി ചെയ്യുകയാണ് എന്ന് പറഞ്ഞു. ഓക്കെ ദിൽന, യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. ക്യാൻ യു ടെൽ മി യുവർ അഡ്രസ്? ദിൽന, നീ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. നീ നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. ദ ലേഡി സ്പോക്ക് സോഫ്റ്റ്ലി ബട്ട് സീരിയസ്ലി. ആ ലേഡി എങ്ങനെയാ സംസാരിച്ചത്? വളരെ സോഫ്റ്റ് ആയിട്ടാണ്, പക്ഷെ സീരിയസ് ആയിട്ടാണ്. കാര്യഗൗരവത്തോട് കൂട്ടിയിട്ട് തന്നെയാണ് അവർ സംസാരിച്ചത്. ദിൽന റിമെമ്പേർഡ് ടു സ്പീക്ക് ലൗഡ്ലി ആൻഡ് ക്ലിയർലി. ദിൽന നല്ല ഉറക്കനെയും അതുപോലെ വ്യക്തമായിട്ടും സംസാരിക്കണം എന്ന് ഗ്രാൻഡ്മ പറഞ്ഞത് ഓർത്തു. ജസ്റ്റ് ലൈക്ക് ഹെർ ഗ്രാൻഡ് മദർ ഹാഡ് ടോൾഡ് ഹെർ. ഗ്രാൻഡ്മ പഠിപ്പിച്ചതുപോലെ തന്നെ ഉച്ചത്തിലും അതുപോലെ കാര്യഗൗരവത്തോട് ക്ലിയർ ആയിട്ടും വളരെ വ്യക്തതയോടും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് ദിൽനയ്ക്ക് ഓർമ്മ വന്നു. അപ്പൊ ദിൽന അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഐ ലിവ് അറ്റ് 1203 രാംനഗർ സ്ട്രീറ്റ് ഇൻ ചെറുവപ്പാടി. ഓക്കെ, അപ്പൊ ദിൽന അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. താങ്ക് യു ദിൽന, ഐ വിൽ ഹെൽപ്പ് യു. ഞാൻ നിന്നെ സഹായിക്കാമെന്ന് മറുവശത്തുള്ള ആ ലേഡി റിപ്ലൈ കൊടുത്തു. സ്റ്റേ ഓൺ ദ ഫോൺ വിത്ത് മീ അണ്ടിൽ ദ ഫയർമെൻ ഗെറ്റ് ദർ. ഓക്കെ, ദിൽന അഗ്രീഡ്. അപ്പോൾ ലേഡി എന്ത് പറഞ്ഞു? ഫോണിൽ തന്നെ സ്റ്റേ ചെയ്യ്, നിൽക്ക്, ഹോൾഡ് ഓൺ ചെയ്യ്, ഞങ്ങളുടെ ഫയർമെൻ അവിടെ എത്തുന്നത് വരെ അങ്ങനെ തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു. ദിൽന എഗ്രി ചെയ്തു, സമ്മതിച്ചു. അതിന് താഴെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, നോക്കാം. Question 1. Whom did Dilna go for help? What did the lady say? ദിൽന ആരെയാണ് സഹായത്തിന് വിളിച്ചത്? ആ ലേഡി എന്താണ് പറഞ്ഞത്? ദിൽന കോൾഡ് 101 ദ ഹെൽപ്പ് ലൈൻ നമ്പർ. ദ ലേഡി റിപ്ലൈഡ് ഹെർ ദാറ്റ് ഷീ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അപ്പോൾ ദിൽന വിളിച്ചത് 101 എന്നുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കാണ്. ലേഡി എന്താ ദിൽനയോട് പറഞ്ഞത്? യു ആർ ഡൂയിങ് എ ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞു അല്ലേ. Question 2. ഇഫ് യു വർ ദിൽന വാട്ട് വുഡ് യു ഡു? നിങ്ങളാണ് ദിൽനയുടെ സ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? അത് ഓപ്ഷണൽ ആണ്, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് എഴുതാം. ഞാൻ എഴുതിയിരിക്കുന്നത് നോക്കൂ. അറ്റ് ഫസ്റ്റ് ഐ വിൽ ഇൻഫോം മൈ ഫാദർ. ഇഫ് ഹി ഈസ് അൺഎബിൾ ടു റീച്ച് ദെൻ ഐ വിൽ സീക്ക് ഹെൽപ്പ് ഫ്രം മൈ നെയ്ബേഴ്സ്. ആദ്യം ഞാൻ അച്ഛനെ വിവരം അറിയിക്കും. അച്ഛൻ എത്താൻ കഴിയില്ല എന്നാണെങ്കിൽ ഞാൻ നെയ്ബേഴ്സിന്റെ അടുത്തുനിന്ന്, അയൽവാസികളുടെ അടുത്തുനിന്ന് സഹായം തേടും. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷണൽ ആണ്, നിങ്ങൾ എന്ത് ചെയ്യും ആ സിറ്റുവേഷനിൽ എന്ന് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. റിലീഫ് എന്ന് വെച്ചാൽ ആശ്വാസം. ദിൽന ഹെard the siren of the approaching fire engine. ദിൽന പുറത്തു നിന്ന് ഒരു ഫയർ എഞ്ചിന് എന്താണ് അടുത്തേക്ക് വരുന്ന, അപ്രോച്ച് ചെയ്യുന്ന ശബ്ദം കേട്ടു, സൈറൺ കേട്ടു. സൂൺ there was a knock at the door. വൈകാതെ തന്നെ അവിടെ അവരുടെ ഡോറിൽ ഒരു നോക്ക്, ഒരു മുട്ടുന്ന ശബ്ദം കേട്ടു. The lady on the phone said. ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന ലേഡി പറഞ്ഞു എന്ത്? ദിൽന, it's safe to open the door now. The firemen are there. ദിൽനയ്ക്ക് പേടിക്കാതെ ഡോർ തുറക്കാം, ഞങ്ങളുടെ ആളുകൾ ഫയർമെൻ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷി റാൻ ടു ദ ഡോർ ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. ദിൽന ഡോറിനടുത്തേക്ക് ഓടിയിട്ട് ഡോർ തുറന്നു കൊടുത്തു, കതക് തുറന്നു കൊടുത്തു. 2 firemen rushed in. 2 ഫയർമെന് എന്ത് ചെയ്തു?
അകത്തേക്ക് പെട്ടെന്ന് തന്നെ കുതിച്ചുപോയി. ദിൽന ലെഡ് ദം ടു ദ ലിവിംഗ് റൂം. ദിൽന അവരെ ലിവിംഗ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാരണം എന്താണ്? ദിൽനയുടെ അമ്മ അവിടെയാണല്ലേ കിടക്കുന്നത്. ഹെർ മോം വാസ് സ്റ്റിൽ ലൈങ് ഓൺ ദ ഫ്ലോർ. അവരുടെ അമ്മ അപ്പോഴും ആ തറയിൽ കിടക്കുകയായിരുന്നു. ടൈംലി ഹെൽപ്പ് എന്ന് വെച്ചാൽ എന്താ? തക്ക സമയത്തുള്ള സഹായം. ദ ഫയർമാൻ ചെക്ക്ഡ് ഹെർ മദർ ആൻഡ് ഗേവ് ഹെർ ഫസ്റ്റ് എയ്ഡ്. ഫയർമാന് അമ്മയെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പരിശോധിച്ചിട്ട് എന്ത് ചെയ്തു? ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. പ്രഥമ ശുശ്രൂഷ ആദ്യമായിട്ട് കൊടുക്കേണ്ടത് കൊടുത്തു. സ്ലോലി പതുക്കെ ഷി ഓപ്പൺ ഹെർ ഐസ്. അമ്മ കണ്ണുകൾ തുറന്നു. ദെൻ ദേ ഗേവ് ഹെർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അതിനുശേഷം അമ്മയ്ക്ക് കുറച്ച് വെള്ളം കൊടുത്തു. മോം ഇസാക്ക് ഷൗട്ടഡ് വിത്ത് ജോയ്. ഇസാക്കിന് സന്തോഷം കൊണ്ട് അവന് അമ്മയെ വിളിച്ചു. മോം ദീസ് പീപ്പിൾ ഹെൽപ്ഡ് അസ്. ദിൽന സെഡ്. ഇവരാണ് അമ്മയെ രക്ഷിച്ചതെന്ന് ദിൽന പറഞ്ഞു. അപ്പൊ അമ്മ അവരോട് താങ്ക് യു പറഞ്ഞു. ദ മദർ സെഡ് സോഫ്റ്റ്ലി സ്മൈലിംഗ് അറ്റ് ദ ഫയർമാൻ. അമ്മ പതുക്കെ ചിരിച്ചുകൊണ്ട് അവരോട് താങ്ക്സ് പറഞ്ഞു. വൺ ഓഫ് ദ ഫയർമാൻ സെഡ് ടു ദ മദർ. അതിലൊരാള് അമ്മയോട് എന്ത് പറഞ്ഞു? യുവർ ഡോട്ടർ ഡിഡ് എ ഗ്രേറ്റ് ജോബ്. നിങ്ങളുടെ മകള് നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഷീസ് എ ഹീറോ. അവളൊരു ഹീറോ ആണ് എന്ന് പറഞ്ഞു. ദിൽന ഫെൽറ്റ് ഹാപ്പി. അത് കേട്ടപ്പോൾ ദിൽനയ്ക്ക് സന്തോഷം തോന്നി. ആക്ച്വലി ഐ വാസ് സ്കെയർഡ്. ദിൽന അഡ്മിറ്റഡ്. സത്യത്തില് എനിക്ക് പേടിയായിരുന്നു. ദിൽന അത് സമ്മതിച്ചു. ഷി അഡ്മിറ്റഡ്. ഓക്കെ, അത് സമ്മതിച്ചു. ഐ ജസ്റ്റ് ഡിഡ് വാട്ട് ഐ ഹാഡ് ടു ഡു. ഞാൻ എന്താണോ ചെയ്യേണ്ടത് അതാണ് ചെയ്തത് എന്ന് ദിൽന പറഞ്ഞു. ദ ഫയർമാൻ സ്മൈൽഡ് ആൻഡ് പാറ്റഡ് ഹെർ. ഫയർമാന് അവളോട് ചിരിച്ചിട്ട് അവളെ തടവി. ഇനി അതിന് താഴെ നമുക്ക് 2 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ 1, വാട്ട് ഡിഡ് ദ ഫയർമാൻ ഡു ടു വേക്ക് ദെയർ മദർ അപ്പ്. അവര് ദിൽനയുടെ അമ്മയെ എഴുന്നേൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തത്? ഫസ്റ്റ് ദേ ഗേവ് ഫസ്റ്റ് എയ്ഡ് ടു ഹെർ മദർ. ആദ്യം അമ്മയ്ക്ക് ഫസ്റ്റ് എയ്ഡ് ആണ് നൽകിയത്, പ്രഥമ ശുശ്രൂഷയാണ് നൽകിയത്. വെൻ ഹെർ മദർ ഓപ്പൺ ഹെർ ഐസ് ദേ ഗേവ് സം വാട്ടർ ടു ഹെർ ടു ഫീൽ ബെറ്റർ. അമ്മ കണ്ണു തുറന്നപ്പോൾ അവർക്ക് ഒന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും നൽകി. ക്വസ്റ്റ്യൻ 2, വൈ ഡിഡ് ദ ഫയർമാൻ സേ ദാറ്റ് ദിൽന വാസ് എ ഹീറോ. എന്തുകൊണ്ടാണ് ഫയർമാന് ദിൽന ഒരു ഹീറോ ആണ് എന്ന് പറഞ്ഞത്? ബിക്കോസ് ദിൽന ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഷീ ഹാൻഡിൽഡ് ദ സിറ്റുവേഷൻ ബ്രേവ്ലി. ദിൽന ആ സിറ്റുവേഷനെ വളരെ ധൈര്യപൂർവ്വമാണ് നേരിട്ടത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് എന്ത്? ദിൽന വാസ് എ ഹീറോ എന്നല്ലേ. അവാർഡ് ഫോർ ബ്രേവറി. ബ്രേവറി എന്ന് വെച്ചാൽ ധീരത. അവാർഡ് എന്ന് വെച്ചാൽ അറിയാലോ, പുരസ്കാരം. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ഫയർമാൻ ഇൻവൈറ്റഡ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള ഫയർമാൻ എന്ത് ചെയ്തു? ദിൽനയെ അവരുടെ ഫയർ സ്റ്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു. ദേ ഗേവ് ഹെർ ആൻ അവാർഡ്. അവൾക്കൊരു അവാർഡ് കൊടുത്തു. ഷി ഡിഡ്ന്റ് റിയലി ഫീൽ ലൈക്ക് എ ഹീറോ. അവൾക്ക് സത്യത്തിൽ താനൊരു ഹീറോ ആണെന്നുള്ള ഒരു ഫീലിങ്ങോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഷി വാസ് ഗ്ലാഡ് ദാറ്റ് ഹെർ മദർ വാസ് സേഫ്. പക്ഷെ അവൾക്ക് ആകെ ഒരു കാര്യത്തിൽ മാത്രമേ സന്തോഷം ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? അവളുടെ അമ്മ സേഫ് ആണല്ലോ എന്നുള്ള ഒരു കാര്യത്തിൽ. ആസ് ദ ലെഫ്റ്റ് ദ ഫയർ സ്റ്റേഷൻ ദിൽന ടേൺ ടു ഇസാക്ക് ആൻഡ് സെഡ്. അവർ ഫയർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദിൽന ഇസാക്കിന് നേരെ തിരിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. യു നോ, ഇൻ എൻ എമർജൻസി ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോ വാട്ട് ടു ഡു. നോക്ക്, നമ്മൾക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഐ വിൽ ടീച്ച് യു ജസ്റ്റ് ലൈക്ക് ദ ഗ്രാൻഡ് മദർ ടോട്ട് മീ. എന്നെ ഗ്രാൻഡ് മദർ എങ്ങനെയാണോ അക്കാര്യം പഠിപ്പിച്ചത് അതുപോലെ തന്നെ ഞാൻ നിന്നെയും അത് പഠിപ്പിക്കാം. ഇസാക്ക് ലുക്ക്ഡ് അപ്പ് അറ്റ് ഹിസ് സിസ്റ്റർ ആൻഡ് സ്മൈൽഡ്. ഇസാക്ക് ചേച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു. താങ്ക്സ് ദിൽന, യു ആർ ദ ബെസ്റ്റ്. ദിൽനയോട് എന്ത് പറഞ്ഞു? താങ്ക്സ് പറഞ്ഞു. നീ ഏറ്റവും നല്ലവളാണ് എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ദിൽനയ്ക്ക് അറിഞ്ഞതുകൊണ്ടാണല്ലേ ദിൽനയുടെ അമ്മ സേഫ് ആയത്. നമ്മളും അതുപോലെ തന്നെ ആവണം. നമുക്കും അറിഞ്ഞിരിക്കണം ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന്. ഇതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ക്വസ്റ്റ്യൻ 1, വൈ ഡിഡ് ദ ഫയർമാൻ ഇൻവൈറ്റ് ദിൽന ടു ദ ഫയർ സ്റ്റേഷൻ. ദിൽനയെ ഫയർമാന് ഫയർ സ്റ്റേഷനിലേക്ക് എന്തിനാണ് വിളിച്ചത്? എന്തിനാണ്? ടു ഗിവ് ഹെർ ആൻ അവാർഡ് ഫോർ ഹെർ ബ്രേവറി. അല്ലെ, അവളുടെ ധീരതയ്ക്ക് അവൾക്കൊരു അവാർഡ് നൽകാനാണ് വിളിച്ചത്. ക്വസ്റ്റ്യൻ 2, വൈ ഡിഡിൻ ദിൽന കൺസിഡർ ഹെർസെൽഫ് എ ഹീറോ. ദിൽന അവളെ സ്വന്തമായിട്ടൊരു ഹീറോ ആയിട്ട് കാണാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഡിഡിൻ ഫെൽറ്റ് ഹെർസെൽഫ് ആസ് എ ഹീറോ. ഷീ ഓൺലി ഫെൽറ്റ് ഗ്ലാഡ് ബിക്കോസ് ഓഫ് ഹെർ മദർ വാസ് സേഫ്. കാരണം എന്താണ്? ദിൽനയ്ക്ക് അവളൊരു ഹീറോ ആണെന്നുള്ളൊരു തോന്നൽ ഇല്ല. അവൾക്ക് അവളുടെ അമ്മ സേഫ് ആയല്ലോ എന്നുള്ളതിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്വസ്റ്റ്യൻ 3, വാട്ട് ലെസൺ ഡിഡ് യു ലേൺ ഫ്രം ദ സ്റ്റോറി. ഈ കഥയിൽ നിന്ന് നിങ്ങൾ പഠിച്ച ലെസൺ എന്താണ്? വി ഹാവ് ടു നോ അബൌട്ട് വാട്ട് വിൽ വി ഡു ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ.
നമ്മൾ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ നിന്ന് പഠിച്ച കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ ഈ കഥയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. കഥയും അതുപോലെ അതിൽ ചെയ്തിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതിന് ശേഷമുള്ള ആക്ടിവിറ്റീസ് നമ്മൾ വരുന്ന ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് ഇവിടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനുള്ള കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്